കൃമികടി കാരണം കേട്ടിട്ടില്ലേ, അവൻ ഇച്ചിരി കൃമികടി ഉള്ളവനാണ്. അപ്പം കൃമികടി ഉണ്ടാകുകയില്ല. ഇത്തിക്കണ്ണി എന്നാൽ എന്താണെന്നറിയാമോ? അത് ഈ ചെടികളുടെ തടിയിലെ നീരും എല്ലാം കുടിച്ചു വളരുന്നതാണ്. അതാണ് അവൻ ഇത്തിക്കണ്ണി പോലത്തെ മനുഷ്യനാന്ന് പറയുന്നത്. അതായത് സ്വന്തമായി പണിയെടുക്കാതെ മറ്റുള്ളവനെ ഊറ്റി കുടിച്ച് ജീവിക്കുന്നവനാണ് ഇത്തിക്കണ്ണി പോലെയാന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ കുന്നത്തൂർ ഫോറസ്റ്റ് എന്ന് പറയും. ഇത് മുഴുവനും പക്ഷികൾ കൃഷി ചെയ്തുണ്ടാക്കിയ മരങ്ങളാണ് നിൽക്കുന്നത്. അതൊരു രസമല്ലേ ഇങ്ങനെ ഒരു വനം നമ്മുടെ അടുത്ത് ഉള്ളത്. നന്ദ്യാർ വട്ടപ്പൂചിരിച്ചു നാട്ടുമാവിന്റെ ചോട്ടിൽ. ആശാനെ, ആശാന്റെ ഇപ്പം നമ്മളൊരു എനിക്ക് തോന്നുന്നൊരു 10 വീഡിയോളം ചെയ്തു. അപ്പോൾ ആശാന്റെ കൃഷിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തേക്കാന്ന് വെച്ച് ഞാൻ നമ്മുടെ കർഷകനായ ബോബിയും കൂട്ടിക്കൊണ്ട് വരികയാണ്. അപ്പം ആശാന്റെ കൃഷിയിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടോ എന്നൊക്കെ നമുക്ക് ബോബിയുടെ ഒരു വിലയിരുത്തുകയും ചെയ്യാം. ജാതിത്തോട്ടം മുഴുവൻ ആശാന്റെയാണ്. ഈ ജാതിത്തോട്ടം ഇതിനപ്പുറേ കൊക്കോ തോട്ടമുണ്ട്, പിന്നെ അതിനപ്പുറം ജാതിത്തോട്ടമുണ്ട്, പിന്നെ കമ്പൂൻ തോട്ടമുണ്ട്. അപ്പൊ ആശാന് ഈ ജാതി നട്ടിട്ട് എത്ര വർഷമായി കാണും ഏകദേശം? ഇത് ആശാന്റെ ഓർമ്മയിലുണ്ട്. ഞാൻ 1973 ജനിച്ചതാണ്. ഞാൻ ജനിച്ചപ്പം നട്ടതാണ് ഇതെല്ലാം. ആശാൻ ജനിച്ചതിന്റെ ഒരു സന്തോഷത്തിന് ആയിരിക്കാം. കാരണം എന്തെന്ന് ചോദിച്ചാല് എനിക്ക് മൂത്തതെല്ലാം സഹോദരിമാരാ. ഞാൻ 4ാമനാ. അപ്പൊ ഞാൻ 4ാമനായി ആണായി ജനിച്ചതുകൊണ്ട് പുള്ളി ഇങ്ങനെ നട്ടതായിരിക്കാം. നമുക്ക് ഈ തോട്ടം മൊത്തം നടന്ന് കണ്ടാലോ? കാണാം, ഒരു കുഴപ്പമില്ല. പഠിക്കുകയും ചെയ്യാം. പഠിക്കാം. നമുക്ക് അവിടെ എങ്ങ് തുടങ്ങാം. ഇവിടെ തുടങ്ങാം. ഈ മുറ്റത്ത് നിൽക്കുന്ന ജാതി ഇതിന്റെ കായ്ഫലങ്ങളെല്ലാം ഇപ്പൊ തീർന്ന സമയമാണ്. അതെ, ഈ വർഷം ഇച്ചിരി കുറവാ. ഉണക്ക് കൂടിപ്പോയതിന്റെ ആണോ? ഉണക്ക് കൂടിപ്പോയതിന്റെ ആയിരിക്കും. ഉണക്ക് തട്ടിയിട്ടുണ്ടോ? നന്നായിട്ട് തട്ടിട്ടുണ്ട്. ഇവിടെ ആശാന പൈസ ജാസ്തിയാന്ന് തോന്നുന്നു. അല്ല പിറക്കണം. ജാതിക്കല്ല ഇങ്ങനെ പിറക്കണം. നമ്മളെ മുറ്റത്ത് കിടപ്പുണ്ട്. ഒക്കെ പിറക്കണം. ഇന്നലെയൊക്കെ ഭയങ്കര മഴയില്ലായിരുന്നോ? ഇന്നലെ ഒരു ഇച്ചിരി തെളിവ് കിട്ടിയത്. തൊണ്ടുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാറുണ്ടോ? ഷുഗറിനൊക്കെ നല്ലതാന്ന് പറയും. അത് തൊണ്ടുകൊണ്ട് ചിലപ്പോ ഇവിടെ അച്ചാറിടാറുണ്ട്. അച്ചാറ് വല്ല കാലത്തൊക്കെ അച്ചാറിട്ടാൽ നല്ലതാ. അതായത് കടുമാങ്ങ അച്ചാർ പോലെ കുഞ്ഞായിട്ട് അരിഞ്ഞ് അച്ചാറിട്ടാൽ നല്ല. ഈ തൈ വിതരണമുണ്ട് പിള്ളേർക്ക് ആണ്ടില് സ്കൂളിൽ നിന്ന്. അപ്പൊ അങ്ങനെ കൊച്ചിന് കിട്ടിയ പേരെ കൊച്ചു കൊണ്ടുവന്ന് നട്ടതാണ്. കൊച്ചു 4ൽ പഠിക്കുമ്പോൾ കടനാട് LP സ്കൂളിൽ നിന്ന്, സെന്റ് മാത്യൂസ് LP സ്കൂളിൽ നിന്ന് കിട്ടിയ പേരെ കൊണ്ടുവന്ന് നട്ടതാണിത്. അപ്പൊ ഇത് ഏതായാലും വീടിനൊരു അലങ്കാരമായിട്ടുണ്ട്. അതുപോലെ ഒരു കേടില്ലാത്ത നല്ല കായ ഇതിൽ നിന്ന് കിട്ടും. ബോബി എങ്ങനെ, ടേസ്റ്റ് ഉണ്ടോ? നല്ല മധുരം ഉണ്ടല്ലേ? ഒരു കേടുമില്ല. ചില പേരക്കകത്ത് പുഴുക്കുത്ത് വരും. ഇത് നാടനാണോ? ഇത് നാടനാണോ എന്നാന്ന് അറിയത്തില്ല. അങ്ങനെ കൊച്ചിന് സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്നാന്ന് അറിയില്ലേ? ഇല്ല. ഇത് പിന്നെ നമ്മുടെ ഒരു മൂവാണ്ടൻ മാവാണ്. നിൽക്കുന്നത്. ആ മൂവാണ്ടൻ മാവ് 1988 ഞാൻ 10ൽ പഠിക്കുമ്പോൾ നട്ടതാണ്. അത് ഞാൻ തന്നെ നട്ടതാണ് ഈ മാവ്. ഈ മാവ് മാങ്ങയുണ്ടോ? ഇല്ല. അതെ, മാങ്ങ കഴിഞ്ഞു. ഈ മാവേല് എന്നതാ ഈ കയറി പോയിരിക്കുന്നത്? അത് ഇത്തിക്കണ്ണി അല്ലേ? ഇത് ഇത്തിക്കണ്ണി ദോഷമല്ലേ? ദോഷം അല്ലേ? നീര് വലിച്ചു കുടിക്കും. അപ്പൊ ഈ മാവ് നശിച്ചു പോകാൻ സാധ്യതയില്ലേ? അത് കേറ്റക്കാരെ കയറ്റി അത് പറിച്ചു കളയണം. അത് ഇടയ്ക്ക് പറിച്ച് കളയുന്നതോ? മുഴുവൻ പറിച്ച് കളഞ്ഞാലല്ലേ അത് നശിച്ചു പോകുന്നത്? പിന്നെ ഉണ്ടാകും, ഒരിച്ചിരി തിന്നാൽ മതി, പിന്നെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ആണ്ടിലാണ്ട് കയറ്റി പറിപ്പിച്ച് കളയുന്ന ഇത്തിക്കണ്ണി എന്നാൽ എന്താണെന്നറിയാമോ? അത് ഈ ചെടികളുടെ തടിയിലെ നീരും എല്ലാം കുടിച്ചു വളരുന്നതാണ്. അതാണ് അവൻ ഇത്തിക്കണ്ണി പോലത്തെ മനുഷ്യനാന്ന് പറയുന്നത്. അതായത് സ്വന്തമായി പണിയെടുക്കാതെ മറ്റുള്ളവനെ ഊറ്റി കുടിച്ച് ജീവിക്കുന്നവനാണ് ഇത്തിക്കണ്ണി പോലെയാന്ന് പറയുന്നത്. അവയെ തന്നെ കൊടി കയറ്റി വിട്ടിട്ടുണ്ട് അല്ലേ? അതും ചെറുതായിട്ട് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഇത് കായ്ക്കുന്ന കൊടിയാ. അത് ഇത് സ്ഥിരമായി കായ്ക്കുന്നതാ. ഇത് അടുത്ത വർഷത്തേക്കുള്ളതിന്റെ ചരടാകും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ എരമ്പത്തും കുഴപ്പമില്ല? ഒരു കുഴപ്പമില്ല. കിട്ടുന്ന ആദായം മതി. ഇത് നമ്മുടെ ഒരു ചാമ്പയാണ്. ചാമ്പ ഈ പറമ്പിൽ അനേകമുണ്ട്. പക്ഷെ ഇതൊരു ഐശ്വര്യത്തിന് നട്ടേക്കുന്നതാണ്. ഇതെന്റെ കുട്ടൻ. 2 നായും ഉണ്ട്, 2 പൂച്ചയുണ്ട്. ഇതാണ് കുട്ടൻ. മറുനാടൻ ചാനലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ചങ്ങാതിക്കൂട്ടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവനാണ് നമ്മുടെ കുട്ടൻ. ആശാന്റെ പ്രിയപ്പെട്ട കുട്ടൻ. നാടനാണ്. മറ്റവൻ എന്ത് ചെയ്യേ? മറ്റൊരപ്പുറമുണ്ട്. 2 സൈഡിലും ഇത് സംരക്ഷണത്തിന് വേണ്ടി കിട്ടിയിരിക്കും അല്ലേ? കോണോട് ഇവന് ഈ 2 വശം നോക്കാം, അവന് ആ വശം നോക്കാം. അപ്പൊ 4 വശത്തും
നോട്ടമായി. ഇവനാണ് നമ്മുടെ ഇവിടുത്തെ CC ക്യാമറ. CC ക്യാമറ. CC ക്യാമറയുടെ ആവശ്യമില്ല. CC ക്യാമറ ഉണ്ട്, എന്നാലും അത് കൂടാതെ പഴയ കാലം തൊട്ടുള്ള CC ക്യാമറയാണ്. ഇതാണ് ആശാന്റെ ചെറുതേനീച്ച അല്ലേ? ചെറുതേൻ കൂടുതൽ. ചെറുതേൻ കൂടുതൽ. അതാണ് എന്റെ ചെറുതേൻ കൂടെ. ആ ചെറുതേൻ പെട്ടിയൊക്കെ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ തന്നെ അറുത്ത് മുറിച്ചുണ്ടാക്കിയതാണ്. ചീരയല്ലേ? എന്നെ സാമ്പാർ. ഇതോ? ഇത് ചീരയാ. ഇത് നന്നായിട്ട് ദൂരം വെച്ച് കഴിക്കാവുന്ന സാധനമാണ്. നല്ല ഗുണമുള്ള സംഭവം. ഇതിന്റെ പേരെന്താ ബോബി? ഇത് മുട്ടച്ചീര. മുട്ടച്ചീര അല്ലെ? ചേനയൊക്കെ ഇത്രയും ചെറുതായിട്ട് നിൽക്കുന്നത്. ഇത് ചേനയുടെ പാഴായിട്ട് ഭൂമിയിൽ കുഞ്ഞ് കഷ്ണം കാണ്ട് കിടന്നത് മുളച്ചു വന്നേക്കുന്ന നട്ടേക്കുന്നതല്ല. ഇത് തന്നെ വാഴ? ഇതോ? ഇത് കിസാൻ വാഴ എന്ന് പറയും. കിസാൻ വാഴ അല്ലേ? ഈ ലേഡി ഫിംഗറിനും. ലേഡി ഫിംഗർ അല്ലെ? ഇതിന്റെ പ്രത്യേകത എന്നതാ? ഇത് ഷുഗറുകാർക്ക് ഉപയോഗിക്കുന്നതാണോ? ഷുഗറുള്ള ആളുകൾക്ക്. ഇതിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലിത്തൂറ് പോലെയാണ്. ഒരെണ്ണം നട്ടാ അത് ഒരു കൊല വെട്ടുമ്പോഴത്തേനും ചോട്ടി 2 എണ്ണം കിളുത്തിരിക്കും. അടുത്തത് വലുതായിക്കോളും. അങ്ങനെ ഇതുണ്ടോ, പലതും പല വലിപ്പത്തിലല്ലേ നിൽക്കുന്നത്. എപ്പോഴും ഇതേ കൊലയുണ്ട്, എല്ലാ മാസവും കൊല കിട്ടും. ഇതൊക്കെ ഇത് TND ആണ്. TND അല്ലേ? അപ്പുറം നിൽക്കുന്നത് രണ്ടും 2.5 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന സംഭവമാണ്. കുള്ളന്തങ്ങ 2.5 കൊല്ലം കൊണ്ട് കായ്ക്കുന്നതാണ്. പിന്നെ ഇതുകൊണ്ടോ ഒരു പ്ലാവ്. ഇത് തെന്നി കായ്ച്ചതാ. ആദ്യമായിട്ട് കായ്ച്ചത്. ഇത് 1 വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവാണോ? ഇത് ഒന്നല്ല, ഇപ്പൊ 2 കൊല്ലമായി. തായ്ലാന്റ് അതോ? അത് മുട്ടം വരിക്കുക. പിന്നെ കപ്പളം. ഇത് കപ്പളം. ഇതന്നെ ഇതുപോലെ കപ്പളം നട്ടേക്കുന്നേ ആശാനെ? അതോ എൻ്റെ സുഹൃത്തെ, കപ്പളങ്ങിയ തോരൻ വെച്ചാൽ ഒന്ന് കഞ്ഞിക്ക് കൂട്ടുകയും ചെയ്യാം, കറിയായി കൂട്ടുകയും ചെയ്യാം. പിന്നെ കപ്പളങ്ങിയ പഴം വളരെ ഔഷധ ഗുണമുള്ളതാണ്. പിന്നെ കൃമികടി കാരണം കേട്ടിട്ടില്ലേ? അവൻ ഇച്ചിരി കൃമികടി ഉള്ളവനാണ്. അപ്പം കൃമികടി ഉണ്ടാകുകയില്ല. ആശാൻ ഈ കപ്പളങ്ങ എല്ലാ ദിവസവും കഴിക്കാറുണ്ടോ? ഞാനോ? എൻ്റെ വീട്ടിൽ മുരിങ്ങയില, കപ്പളങ്ങ ഒക്കെ അങ്ങനെ നമ്മുടെ ഇവിടുന്ന് കിട്ടുന്ന, പിന്നെ ജൈവമായിട്ട് കിട്ടും. പിന്നെ ചേമ്പും താള് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കറി വെക്കും. അല്ലാതെ അങ്ങാടി ചെന്ന് മേടിക്കുന്നത് മാത്രമല്ല. അപ്പൊ അതാ ആശാന്റെ ആരോഗ്യത്തിന്റെ. അതെ, പ്രധാനമായിട്ട് മുരിങ്ങയിലയാണ് നമുക്ക് പറയുക. എന്നാന്ന് വെച്ചാൽ മുരിങ്ങയില കഴിച്ചാൽ കണ്ണിന് വളരെ നല്ലതാണ്. കാഴ്ച വേറെ മുരിങ്ങ നട്ടിട്ടുണ്ടോ? വേറെ അപ്പുറമൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട്. ഈ തോട്ടത്തിൽ കയറിയപ്പോഴേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ഇതൊക്കെ പഴുത്ത് നിൽപ്പുണ്ടല്ലോ, ഇതെല്ലാം അണ്ണാൻ കടിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാ ആശാനെ? അതിന് കാരണമാണ് എൻ്റെ പാണ്ഡുവും എൻ്റെ 2 പൂച്ചയും. പാണ്ഡു ഇങ്ങനെ നടക്കും. പാണ്ഡുവിനെ മിക്ക ദിവസവും പൂട്ടാറില്ല. പാണ്ഡു ഇങ്ങനെ ഈ പറമ്പിൽ കൂടെ നടക്കും. ഒറ്റ പന്നിയിൽ ഈ പറമ്പിലില്ല. പിന്നെ പൂച്ച എനിക്ക് 2 എണ്ണം ഉണ്ട്. അവർ 2 പേരും കൂടെ ഇങ്ങനെ നടക്കും. അണ്ണാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ പിടിച്ചു തിന്നും. അതിനിടയ്ക്ക് വാഴയും വെച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. ഇതെന്നെ വാഴ? ഇത് ഏത്തവാഴ. കൊക്കോ എന്നെ വെട്ടിവിട്ടേ? അതോ? ഇതും എല്ലാം വെട്ടിവിട്ടു. ഒന്ന് പുതിയ ശിഖരങ്ങൾ ഉണ്ടാകാൻ വേണ്ടി വെട്ടിവിട്ടതാ. ഇത് ഒത്തിരി മുഴുത്തതായിരുന്നു അല്ലേ? പെടന്നു പോയായിരുന്നു തോന്നോ? പെടന്നു പോയതല്ല, അത് ഒന്ന് കോന്തി അല്ലേ? ഒന്ന് പുനർജീവനം. ഇതുകൊണ്ടോ ഇതെല്ലാം ഇത്രയും ഹൈറ്റ് ആയത് വീണ്ടും ഇവിടെ കവലകളായി. ഇനി ഇത് ഇലുമ്പി പൂക്കുന്ന പോലെയാ പൂക്കും. അപ്പുറയൊക്കെ ഇതേ പ്രായത്തിൽ വെട്ടിവിട്ടതെല്ലാം ഇലുമ്പി പൂക്കുന്ന പോലെയാ പൂത്ത് നിൽക്കുന്നു. ഇനി ധാരാളമായിട്ട് കായ്ച്ചോളൂ അല്ലേ? ധാരാളമായി കായ്ച്ചോളൂ. അല്ല ഇങ്ങനെ ചുമ്മാ അങ്ങ് പൊങ്ങി പോകുകയും. കൊക്കോത്തോട്ടം? ഇങ്ങനെ അപ്പുറത്തോട്ട് കൊക്കോത്തോട്ടം അല്ലേ? അത് മുമ്പേ അപ്പുറത്തെ കൊക്കോ പോലെ 1 വർഷം മുമ്പ് ഏതാണ്ട് ഈ ഹൈറ്റിൽ വെച്ച് മുറിച്ച് വെച്ചിട്ട് അതേ നിന്ന് തണുത്ത് വന്നതാണ്. അതിപ്പം നന്നായിട്ടെല്ലാം ഇലുമ്പി കായ്ക്കുന്ന പോലെ കായ്ച്ചിട്ടുണ്ട്. ഇതിനകത്ത് വട്ട നട്ടേക്കുന്നതാണോ ഇത്? അത് കാക്ക കൃഷി ചെയ്യുന്നത്. അല്ലേ? അത് കാക്ക കൃഷി ചെയ്ത് നമുക്ക് ആദായം തരും. അങ്ങനെ ഇവിടെ നമുക്ക് ഫോറസ്റ്റ് ഉണ്ട്. വട്ടയുടെ അല്ല, കാക്കയ്ക്ക് കൃഷി ചെയ്യാൻ വേണ്ടി നമ്മൾ 30 സെന്റ് സ്ഥലം കൊടുത്തിട്ടുണ്ട്. 30 സെന്റ് സ്ഥലം ഇപ്പോൾ ഫോറസ്റ്റാണ്. അത് കാണിച്ചു തരാം. അതാണ് ഞങ്ങളുടെ കുന്നത്തൂർ ഫോറസ്റ്റ് എന്ന് പറയും. ഇത് മുഴുവനും പക്ഷികൾ കൃഷി ചെയ്തുണ്ടാക്കിയ മരങ്ങളാണ് നിൽക്കുന്നത്. അതൊരു രസമല്ലേ ഇങ്ങനെ ഒരു വനം നമ്മുടെ അടുത്ത് ഉള്ളത്. ഇത് വെട്ടിത്തെളിക്കാറൊന്നുമില്ല? ഇത് ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ വെട്ടിത്തെളിക്കും. പക്ഷെ വനമാക്കി തന്നെ ഇടാനും വനമായിട്ട് കാണാനുമാണ് നമുക്കൊരു ആഗ്രഹത്തിനുള്ള ഒരു സംഭവം. ഇത് ചെതൽപ്പുറ്റ് അല്ലേ? അത് ചെതൽപ്പുറ്റ്. ഇതുപോലെ ഒരു വനം സൃഷ്ടിക്കാനുള്ള കാരണം എന്നാ? രാവിലെ പ്രഭാതം പൊട്ടി വിരിയുമ്പോൾ 5:30 ആകുമ്പോഴത്തേനും ഈ ഫോറസ്റ്റിൽ നിന്ന് കളകള കിളികിളി കുളുകുള ശബ്ദമാണ് പല പക്ഷികളിരുന്ന് ഒച്ച കേൾപ്പിക്കുന്നത്. നമുക്ക് നല്ല ശുദ്ധവായു കിട്ടും അല്ലേ? എപ്പോഴും വനം വേണമല്ലോ. വനം അല്ലേ, വനവും ജലവുമാണ്
പ്രകൃതിയുടെ വരദാനം. ആശാൻ ഈ മുരിങ്ങ തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് വിട്ടേക്കുന്നേ? അത് അപ്പുറേ നമ്മൾ മുമ്പേ ഒരു മുരിങ്ങ നമ്മൾ കയറ്റ് കുറച്ച് കട്ട് ചെയ്തില്ലായിരുന്നു, അതിൻ്റെ പീസുകൾ എടുത്തുകൊണ്ടൊന്ന് നട്ടേക്കുന്നതാണ് ഇത് എല്ലാം. ഇത് ഇതിൽ മുഴുവൻ നട്ടേക്കും അല്ലേ? ഇതിലെ മുഴുവൻ നട്ടു. എന്ന് വെച്ചാൽ നമുക്ക് കറിക്ക് ഒരു പാടും വരരുത്. കപ്പളങ്ങയും മുരിങ്ങയും ചേമ്പും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കറിയായി. പിന്നെ ചക്കക്കുരു മാങ്ങായും ഉണ്ട്, അടിപൊളി. പിന്നെ ചീരയുണ്ട് അല്ലേ? പറമ്പിൽ തന്നെ നമുക്ക് ഈ മുരിങ്ങയില എന്ന് പറഞ്ഞാൽ കണ്ണിന് വളരെ നല്ലതാണേ. പിന്നെ ഈ മുരിങ്ങയില വേണമെങ്കിൽ വിൽക്കുകയും ചെയ്യാൻ പറ്റേ? മുരിങ്ങയില വിൽക്കാൻ പറ്റേ? വിൽക്കുന്ന കേസൊന്നും നമ്മൾ ഒന്നിൻ്റെയും പിടിക്കുന്നില്ല. ചീരയുണ്ട് അല്ലേ? ചീരയുണ്ട്. ഈ കാണുന്നത് എന്താ ഈ സാധനം? ഇത് പക്ഷി കൃഷി ചെയ്തുണ്ടായേക്കുന്ന സാധനമാണ്. ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയും. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം ഇതിങ്ങനെ എടുക്കും, എന്നിട്ട് നെറ്റിയാലിങ്ങനെ ഉണ്ടോ പൊട്ടിക്കുമ്പോൾ ഒച്ച കേൾക്കും. അതിനാണ് ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്നത്. ബോബി, ഇതുകൊണ്ട് എന്താ ഗുണമുള്ളത്? പടക്കം പൊട്ടിക്കാനല്ല, ഇതിന്റെ ഈ ഇത് പഴുക്കും. പഴുത്ത് കഴിഞ്ഞതിന്റെ കായ എടുത്ത് ഭക്ഷിച്ചാലും നമ്മുടെ ക്യാൻസർ ഉൾപ്പെടെ നമ്മുടെ വായുക്ഷോഭം ഉൾപ്പെടെയുള്ള എല്ലാ രോഗങ്ങളും മാറും. അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. പഴുത്തിട്ട് വേണം അല്ലേ? അങ്ങനെ ഒരു ഗുണമുണ്ട്. ധാരാളം കുറുന്തോട്ടി നിൽപ്പുണ്ട്. ഇത് നട്ടുപിടിപ്പിച്ചേക്കുന്നതാണോ? അത് പക്ഷി കൃഷി ചെയ്യുന്നതാ. ഇതെല്ലാം പക്ഷി കൃഷി ചെയ്യുന്ന. ആശാന് പണിയൊന്നും ഇല്ല. എനിക്ക് ഇത് കളയാത്തതിനാന്ന് വെച്ച് കഴിഞ്ഞാല് വൈഫും കൊച്ചും ഒക്കെ ഇതെടുത്ത് കുറുന്തോട്ടി താളി ഉണ്ടാക്കി. കുറുന്തോട്ടിയുടെ ഗുണം എന്നാ? കുറുന്തോട്ടി താളി ഉണ്ടാക്കാന്, സ്ത്രീകൾക്ക് തല തേക്കാന് നല്ലതാ. താളി തേച്ച് കുളിക്കാന്ന് കേട്ടിട്ടില്ല? ആശാൻ ഈ കാണുന്നല്ലേ ഈന്ത്? അതാ ഈന്ത്. ഇത് കായ്ച്ചതാണോ? ഇതെല്ലാ ആണ്ടിലും കായ്ക്കും. നമ്മൾ എല്ലാ ആണ്ടിലും ഈന്തങ്ങ പറിക്കും. ഈന്തങ്ങ പറിച്ച് അത് വെട്ടി ഉണങ്ങി മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ച് പുട്ടുണ്ടാക്കും, അല്ലെ പിന്നെ കുമ്പിളപ്പം ഉണ്ടാക്കും. ഈന്തങ്ങ പുട്ടിൻ്റെ മണം മതി നമുക്ക് വയറ് നിറയാൻ. അത്രയും ഔഷധ ഗുണമുള്ളതാണോ? ഔഷധ ഗുണമുണ്ട് ഉണ്ടല്ലേ? പിന്നെ അതുപോലെ നമ്മുടെ മുറിവുണ്ടായ ഈന്തങ്ങ അരച്ച് കുറുക്കിയിട്ട് മുറിവ് തേച്ചാൽ അത് ഉണങ്ങും, മുറിവുണങ്ങും. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഈന്തിൻ്റെ ഓരോ ചുറ്റും ഓരോ വർഷമാണ് വളർച്ച. അപ്പൊ ഇതിന്റെ ഈ ചുറ്റെണ്ണി കഴിഞ്ഞാൽ എത്ര വർഷം അറിയാൻ പറ്റും? അറിയാം. 300-400 വർഷം ആണ് ഒരു ഈന്തിൻ്റെ ആയുസ്. അപ്പോൾ ഇത് കുറഞ്ഞത് ഇപ്പം എണ്ണിയാൽ ഇതെനിക്ക് ഓർമ്മ വെച്ചപ്പം തന്നെ ഇതിൻ്റെ പകുതിയുണ്ട്. വലിപ്പമുണ്ട് അല്ലേ? അതായത് ഒരു ചുറ്റും ഒരു വർഷമാണ്. അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് എത്ര ചുറ്റുണ്ടെന്ന് നോക്കി. അതാണ് പ്രധാന കേസ് കെട്ട്. ഇവിടെയൊക്കെ കിണർ കാണുന്നുണ്ട്. ഇത് എത്രാമത്തെ കിണറാ? ഇത് ഈ പറമ്പിലെ രണ്ടാമത്തെ സാധാ കിണറാണ്. അത് നമ്മൾ ചുമ്മാ ഓരോരുത്തരെ അതിൻ്റെ പപ്പായോട് വന്ന് ഓരോരുത്തരെ പറയും പണിയൊന്നും ഇല്ലാതിരിക്കുക എന്ന് പറയും. അപ്പോൾ പുള്ളി പറയും എന്നാൽ അവിടെ ഒരു കിണറങ്ങ് കുഴിക്കണം. അപ്പോൾ അവർക്ക് 3-4 മാസം പണിയായി. അങ്ങനെ പുള്ളി ഒരു ഉപകാരിയാണ്. അങ്ങനെ കുത്തുന്നതാ. അപ്പോൾ ഓരോരുത്തർ വന്നാൽ ചോദിക്കുക പണിയൊന്നും ഇല്ലാതിരിക്കുകയാണല്ലോ, എന്തെങ്കിലും പണിയുണ്ടോ എന്ന് ചോദിച്ചാൽ പുള്ളി പറയും നിങ്ങൾ ഒരു കിണറങ്ങ് കുത്തിക്കൊള്ളാ പറയും. അല്ലെ പറയാം വളക്കുഴിയെ കുത്തിക്കോ, അല്ല വേസ്റ്റ് കുഴിയെ കുത്തിക്കൊള്ളാ പറയും. പിന്നെ ഇത് നമ്മുടെ അറ്റാത്ത് വെള്ളമുള്ളൊരു കുഴൽക്കിണറാണ്. കുഴൽക്കിണറുണ്ടോ? പിന്നെ നമുക്കില്ലാത്ത കേസ് കെട്ടിട്ട് സുഹൃത്ത്, ഇത് നമ്മുടെ ഒരു കുഴൽക്കിണറാണ്. ഇതിൽ നിന്നാണ് ജാതി ഒക്കെ നനയ്ക്കാനായിട്ട് വെള്ളം കിട്ടുന്നത്. വേനൊക്കെ കിട്ടുമോ? കിട്ടും. എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇതൊന്ന് പറ്റിക്കാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ല. ഇതെനിക്ക് തോന്നുന്നത് ഇത് കടലിലോട്ടാണ് അതിന് കണക്ഷൻ എന്ന് എനിക്ക് സംശയം. കാരണം എന്നാണെന്നറിയോ, ഈ വേനൽ നല്ല കടുത്ത വേനലല്ലായിരുന്നോ? ഈ വേനക്കും അതുപോലെ ഇന്നാളൊരിക്കലുണ്ടായൊരു വേനക്കും ഞാൻ തുടർച്ചയായി 6 മണിക്കൂർ അടിച്ചു നോക്കി. പറ്റിയില്ല. അവസാനം എനിക്ക് മനസ്സിലായി ഇത് പറ്റിക്കാൻ പോയാൽ മോട്ടോർ കേടായി പോകുള്ളതെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഉള്ളത് പറയാം, ഇതിൻ്റെ കണക്ഷൻ കടലിലോട്ട്. ഈ കാണുന്നതാണോ കൊക്കോത്തോട്ടം? ഈ കാണുന്നതാണ് കൊക്കോത്തോട്ടം. ഇതിങ്ങനെ അപ്പുറത്തോട്ട് കൊക്കോത്തോട്ടമാണ്. അതെല്ലാം ഇപ്പോൾ വെട്ടി വിട്ടിട്ട് ഇപ്പം 1.5 വർഷമായി വെട്ടി വിട്ടിട്ട് ഇപ്പം എല്ലാത്തിലും ഒരേ രീതിയിൽ ഇലുമ്പി കഴിക്കുന്നവരെ കഴിച്ചിട്ടുണ്ട്. എന്നാണ്ട് വില? ഇപ്പം വില നല്ലപോലെ ഉണ്ട്. പക്ഷേ 1000 രൂപയിൽ നിന്നൊക്കെ താന്നു പോകുന്ന 640 ആയിരുന്നു. ഇന്നത്തെ മാർക്കറ്റ് എന്നാന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ അതൊന്നും നോക്കാറില്ല. കൊടുക്കും. ചേട്ടന് നഷ്ടമില്ലാത്തൊരു വില തന്നേക്കാൻ പോകും. ആശാൻ ഈ കാണുന്നതാ? അത് മുള്ളാത്ത എന്ന് പറയും. മുള്ളാത്ത ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന? അതിൻ്റെ പഴം ക്യാൻസറിന് വളരെ ഔഷധമാണ്. നല്ലതല്ലേ? പഴം സ്ഥിരം കഴിച്ചാൽ, ചെറുതേൻ്റെ കേസ് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെയാണ്, സ്ഥിരമായി മുള്ളാത്ത കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാകുകയില്ല. ക്യാൻസർ രോഗികൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഈ തെങ്ങയിലൊക്കെ കുരുമുളക് കയറ്റി വിട്ടിട്ടുണ്ട് അല്ലേ? ഉണ്ട്. നമ്മൾ ഒരു ചെടി പോലും പാഴാക്കുകയില്ല.
എന്നെ തേയിലൊക്കെ അതേ. ഇതെങ്ങനെയാ പറിക്കുന്നത്? ഏണി വെച്ചാ അയ്യണി വെച്ച് പറിക്കും. അത് ആശാൻ പറിക്കുമോ അല്ലെങ്കിൽ ആൾക്കാരെ കൂട്ടുമോ? ഞാൻ പറിച്ച തീരെ കയലാത്തപ്പോൾ ആൾക്കാരെ കൂട്ടും. അപ്പം ആശാൻ ഇത്രയും മുകളിലേക്ക് കയറി പറിക്കുമോ? ഞാൻ തെങ്ങ കയറി തേങ്ങ ഇടുന്നില്ല. സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ലൈബ്രറിയായിട്ട് തെങ്ങ കയറി തേങ്ങ ഇടുന്ന കണ്ടിട്ടില്ലേ? ഇപ്പം മഴയാ, അല്ലെങ്കിൽ മഴ പെയ്ത് വെള്ളമുണ്ട് തെങ്ങയിൽ, അല്ലെങ്കിൽ ഞാൻ തെങ്ങ കയറി കാണിക്കായിരുന്നു. ആശാൻ ഇതിന് ഈ കുറ്റിക്കകത്ത് വെള്ളം, അതായത് ടാങ്കിയാണോ അതല്ലോ? ഇത് പഴയ കാലത്ത് ഇത് കൂട്ട് പനയുടെ കുറ്റിയായിരുന്നു കള്ള് ഷാപ്പിൽ കള്ള് നിറച്ചുകൊണ്ടിരുന്നത്. അതാണ് കുറ്റിക്കകത്ത് ഒഴിച്ചു എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാണ് വലിയ ബക്കറ്റുകളൊക്കെ ഉണ്ടായത്. ബക്കറ്റൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് കാലത്ത് ഇത്തരം കുറ്റികളിലായിരുന്നു ഷാപ്പിൽ കള്ള് നിറച്ചുകൊണ്ടിരുന്നത്. ഇതിവിടെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പെട്ടെന്ന് ഈ പറമ്പിൽ പണിയുന്നു, ഒന്ന് കാല് കഴുകണം, അല്ലെങ്കിൽ നമുക്കൊന്ന് മുഖം കഴുകണം, അതുപോലെ തന്നെ തൂമ്പായയിൽ പിന്നെ മണ്ണ് പറ്റി തൂമ്പ എന്ന് കഴുകണം. അങ്ങനെയൊക്കെയുള്ള ആവശ്യത്തിന് നമ്മൾ ഈ വെള്ളം എടുത്ത് പിന്നെ നമുക്ക് കൈ കഴുകാം, തൂമ്പ കഴുകാം. അങ്ങനെയൊക്കെ ആയിട്ട് ടാങ്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഇതിനകത്ത് കൂത്താടി വരികയല്ലേ? വെള്ളം മാറും അല്ലേ? അതിടയ്ക്ക് ഓസിട്ട് നല്ല വെള്ളം കൂത്താടി ആകുമ്പോൾ ഇത് തേയും. മഴക്കാലത്ത് മഴ പെയ്ത് വെള്ളം നിറഞ്ഞോളൂ, അല്ല നമ്മൾ വേറെ വെള്ളം കൊണ്ടൊന്ന് ഒഴിക്കും. ഇതിനകത്ത് ലീക്ക് ഉണ്ടാവോ? ലീക്കൊന്നുമില്ല. ഇല്ല. കുറ്റിയടി ഈ പറമ്പിൽ ഒരാൾ പണിയുന്നു, ഒറ്റത്ത് അയാൾക്ക് ഒന്ന് കാല് കഴുകണം, കൈ കഴുകണം, മുഖം കഴുകണം തോന്നിയാൽ നമുക്ക് പ്രകൃതിയുടെ ഒരു വാട്ടർ ടാങ്കാണിത്. കൂത്താടി ഉണ്ടോ എന്ന് നോക്കിയാൽ ഇല്ല. കാരണം കൂത്താടി വന്നാൽ നമ്മൾ നോക്കിക്കൊണ്ടായിരിക്കുന്നത്. അതുകൂടാതെ ഇതിനകത്ത് മീനായിട്ടിട്ടുണ്ട്. മീനിട്ടിട്ടുണ്ട്. മീന് കൂത്താടിയെ പിടിച്ച് തിന്നു. ഗപ്പിയല്ല, ഇതിനകത്ത് റെഡ് തിലോപ്പി ഇട്ടിട്ടുണ്ട്. ഉണ്ട്. അതാ ഒറ്റ കൂത്താടി ഉണ്ടോ എന്ന് നോക്കിയേ. കവുങ്ങ് നട്ടിട്ടുണ്ടല്ലോ. ഇത് കവുങ്ങ് നട്ടിട്ടുണ്ട്. മംഗള ഇൻഡർസെ നട്ടേക്കുന്നു. ഇതിന്റെ പ്രത്യേകത എന്നതാ? അത് 2.5 വർഷം കൊണ്ട് കായ്ക്കുമെന്നാണ് അവർ പറയുന്നത്. ആണോ? ഇത് വലിപ്പമുള്ള ബോണ്ട വലിപ്പമുള്ള അടയ്ക്കായ പഴുക്കിയ. അതെ അല്ലേ? അപ്പൊ ഈ സ്ഥലത്ത് മുഴുവൻ കവുങ്ങ് നട്ടു. ഇത് കവുങ്ങ് നട്ടു. പിന്നെ ഇവിടെയും കപ്പളമുണ്ട്. നമ്മുടെ വീക്കനസാ. കുമ്പളം ഉണ്ടല്ലോ ഇതിനകത്ത്. കുമ്പളമൊക്കെ അത് കാക്ക കൃഷി ചെയ്യുന്നതാ, പക്ഷികൾ കൃഷി ചെയ്യുന്നതാ. അത് നമ്മൾ നട്ടതല്ല. അല്ല, അതിൽ നിന്നൊക്കെ നമുക്ക് കുമ്പളങ്ങ കിട്ടും. അപ്പോൾ കുമ്പളങ്ങ കൊണ്ട് പുളിശ്ശേരി വെച്ചാൽ അടിപൊളിയാണ്. കുമ്പളങ്ങ പുളിശ്ശേരിയും ഒരു ഉണക്കമീൻ ചുട്ടത് ഉണ്ടെങ്കിൽ അടിപൊളിയാ കഞ്ഞികുടി. അപ്പോൾ വിഷമില്ലാത്ത പച്ചക്കറിയും ഭക്ഷ്യവസ്തുക്കളുമാണ് ആശാൻ കഴിക്കുന്നത് അല്ലേ? അതെ. ഇത് നന്ദ്യാർ വട്ടം. ഇതെന്തിനാണെന്നറിയാവോ? ഇതിൻ്റെ ഇല അല്ല, ഇതിൻ്റെ പുഷ്പം. 2-3 പുഷ്പം ഇങ്ങനെ പറിച്ചിട്ട് അത് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് അത് ഇങ്ങനെ തിരുമ്മി അതിങ്ങനെ കണ്ണിൽ ഒഴിച്ചാൽ കണ്ണിന് കുളിർമ കിട്ടും, കണ്ണിന് അസുഖങ്ങളൊന്നും വരികയില്ല. അതാണ് പഴയ പാട്ടുകളിലൊക്കെ നന്ദ്യാർ വട്ടത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നന്ദ്യാർ വട്ടത്തിൻ്റെ ഒരു പാട്ടൊന്ന് പാടാമോ? അതേപ്പറ്റി പറയുമ്പോൾ പൂന്തേൻ അരുവി എന്ന 1974 ഇറങ്ങിയ ചിത്രത്തിൽ പി ജയചന്ദ്രൻ സാറ് പാടി അനശ്വരമാക്കിയൊരു ഗാനമാണ് നന്ദ്യാർ വട്ട പൂചിരിച്ചു. ആ ഗാനം അങ്ങ് പാടാം. അത് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MK അർജുനനാണ് സംഗീതം പറഞ്ഞിരിക്കുന്നത്. നന്ദ്യാർ വട്ട പൂചിരിച്ചു, നന്ദ്യാർ വട്ട പൂചിരിച്ചു നാട്ടുമാവിൻ്റെ ചോട്ടിൽ, നന്ദ്യാർ വട്ട പൂചിരിച്ചു നാട്ടുമാവിൻ്റെ ചോട്ടിൽ, നിന്റെ നാണം കണ്ടു ജനം ചിരിച്ചു നാലും കൂടിയ മുക്കിൽ, നന്ദ്യാർ വട്ട പൂചിരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.